ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിളിക്കൂടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് ആയിട്ടുള്ള കിളിക്കൂടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലൊന്ന് ഷെയർ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ് കിളിക്കൂട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കുക ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അത് കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ടതായുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അപ്പോൾ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ 3 ഓപ്ഷൻസ് ഇങ്ങനെ വരുന്നുണ്ടാവും. അതിൽ ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ വലുതാണെങ്കിൽ 2 മതി. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഫൈനായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അടിക്കരുത് കേട്ടോ, ഇങ്ങനെ ഉടച്ചെടുത്താൽ മാത്രം മതി. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്, അതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറുന്ന വരെ വഴറ്റിയെടുക്കുക. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഗരം മസാല ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. അത് ചെറുതായിട്ട് കൈ വെച്ചിട്ട് പിച്ചിയിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചതില്ലേ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഇതിൽ നന്നായിട്ടൊന്ന് കമ്പൈൻ ആവുന്ന വരെ ഒന്ന് ഫ്ലെയിമിൽ തന്നെ വെക്കുക. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് ആയ ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള സേമിയ എന്ന് പറയുന്നത് വറുത്ത സേമിയ കേട്ടോ. വറുക്കാത്തത് എടുക്കാവും നല്ലത്. പിന്നെ ആ തിന്നായിട്ടുള്ള സേമിയാണ് എനിക്ക് കിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വറുക്കാത്തത് ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ 2 സാധനമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇനി നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ കാടമുട്ട വേണം കേട്ടോ. കുറച്ച് കാടമുട്ട കൂടി എടുത്തിട്ടുണ്ട്, പുഴുങ്ങിയ കാടമുട്ടയാണ്. എന്നിട്ട് നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇങ്ങനെ ബോളാക്കിയിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. നടുവിലൊരു കുഴി വെച്ചിട്ട് അതിലേക്ക് ഈ കാടമുട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് വീണ്ടും മടക്കി ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ബോളാക്കി എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ബോളാവുമ്പോഴൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. പിന്നെ ആ ചിക്കൻ ഇട്ട പാർട്ട് ഉണ്ടല്ലോ, അത് ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമില്ല. ചിക്കൻ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. 6 ബോളാണ് ഈ ഒരു അളവ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടെടുത്തുള്ളത്. ഇനി ഇത് മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ആ സേമിയയിലും കൂടെ ഒന്ന് കവർ ചെയ്യുക. അപ്പം നമ്മൾ മുട്ടയിൽ മിക്സ് ചെയ്യുന്ന ആ ഒരു കൈ വെച്ചിട്ട് നമ്മളിത് കവർ ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത് ആ ഒരു സേമിയ എല്ലാം കൂടെ ഒന്നായിട്ട് കട്ട ഊത്തും. അപ്പോൾ ഈ ഒരു കൈ വെച്ചിട്ട് അത് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ കൈ വെച്ചിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇത് നമ്മൾ ബ്രെഡൊക്കെ ആണെങ്കിലൊക്കെ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഓയിൽ വെച്ച് ചൂടായ ശേഷം നമുക്കതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത സേമിയ ആണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാം ഒന്ന് പൊരിച്ചെടുക്കുക. അല്ല ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, റോസ്റ്റ് ചെയ്യാത്ത സേമിയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആവുക. പക്ഷെ കാണാനൊരു ഭംഗി ഈ ഒരു തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാണാൻ ഭംഗി ഇതാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കിളിക്കൂടിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ആ മസാലയിൽ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.
ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.